ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞു, സ്കൂളുകളെല്ലാം ആരംഭിക്കാൻ പോവുകയാണ്, വീണ്ടും തുറക്കാൻ പോവുകയാണ്. സോ നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ്. സോ മെജോറിറ്റി കുട്ടികൾക്കും വലിയൊരു ആകാംക്ഷയുണ്ടാവും, എത്ര മാർക്കാണ് ഓരോ സബ്ജക്റ്റുകളിലും എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ഒക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാത്ത കുറേ കുട്ടികളുണ്ട്. അവരിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, സാറേ ഞങ്ങൾക്ക് വലിയ ക്യൂരിയോസിറ്റി ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരീക്ഷ നേരാവണ്ണം എഴുതിയിട്ടില്ല, പല സബ്ജക്റ്റുകളിലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചില്ല. സോ അവിടെ ഞങ്ങളെ കുഴപ്പിച്ച പ്രധാന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന വലിയ മാറ്റം തന്നെയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് കണ്ടില്ല. കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇന്നേ വരെ കാണാത്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ NCERT എക്സൈസ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇതൊന്നുമല്ലാത്ത പുറമേ നിന്നുള്ള കുറേ ചോദ്യങ്ങൾ, ഇങ്ങനെ പല ചോദ്യങ്ങളായിരുന്നു ക്രിസ്മസ് പരീക്ഷയിൽ കോർ സബ്ജക്റ്റുകളിൽ ഞങ്ങൾ ഫേസ് ചെയ്തത്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് വലിയ മാർക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ വലിയ ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല സാറേ എന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഈ രണ്ട് കാറ്റഗറിയിലുള്ള മക്കൾക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സൈലത്തിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും കിടിലൻ സന്തോഷ വാർത്ത തന്നെയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ മക്കളെ, ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു പരീക്ഷയാണ്. അല്ലാതെ അതിനകത്ത് മാർക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയാൽ, അയ്യോ എൻ്റെ +1 കൈവിട്ടു പോയി, അയ്യോ ഇനി എനിക്ക് +1 മാർക്ക് നേടാൻ സാധിക്കില്ല, ഞാനൊരു തോൽവിയായി മാറി എന്ന തോട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എടുത്തു മാറ്റുക. ഇതൊന്നും അല്ല മക്കളെ, മറിച്ച് ബോർഡ് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചത്. ഇതിനകത്ത് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് തല പോകുന്ന വിഷയമേ അല്ല, മറിച്ച് ഇവിടെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചത് എന്ന കാര്യം എല്ലാവരും ഉൾക്കൊള്ളുക. ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് അത് ഓവർകം ചെയ്യാനുള്ള പരിപാടി അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുക. അഥവാ നിങ്ങളെ കുഴപ്പിച്ച ആ പറയുന്ന കടുകട്ടിയായ ചോദ്യങ്ങളെ മെരുക്കിയെടുക്കാനുള്ള പണി ഇപ്പോൾ തന്നെ തുടങ്ങുക. ഉത്തരക്കടലാസ് കിട്ടിയ അന്ന് തന്നെ തുടങ്ങുക. എവിടെയൊക്കെയാണ് എൻ്റെ പ്രശ്നം പറ്റിയിരിക്കുന്നത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് എനിക്ക് മാർക്ക് പോകുന്നത്, ന്യൂമറിക്കൽസ് എങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും, ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും എങ്ങനെ എനിക്ക് മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഇതിനുള്ള പരിപാടിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. സോ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഓസിലേഷൻസ് എന്ന് പറയുന്ന ഫിസിക്സിലെ 13ാമത്തെ ചാപ്റ്ററാണ് ഓസിലേഷൻസ് എന്ന് പറയുക. ആ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പറയുന്ന 2 ഷീറ്റുകളിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് എന്തിനാണ് സാറേ, ഇത് ഞങ്ങൾക്ക് കിട്ടുമോ എന്ന ടെൻഷനൊക്കെ അല്ലെങ്കിൽ എന്നൊരു ആകാംക്ഷ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? യെസ്, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇനിയും ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. മക്കളെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇല്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് കാണാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് പുറമെ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് പുറമെ പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ പറയുന്ന 2 ഷീറ്റുകളിലും ഉണ്ട്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമോ? തീർച്ചയായും ഈ ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും, ഒരു ടെൻഷനും വേണ്ട. അതിന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതിനകത്ത് ഓടിപ്പോയി ജോയിൻ ചെയ്തേക്ക്. ഈ പറയുന്ന 2 ഷീറ്റും ഇന്ന് തന്നെ ഞാൻ ആ വാട്സപ്പ് ചാനലിൽ ഇട്ട് തരാം. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഇത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം നിങ്ങൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. സാറേ, എനിക്ക് ഈ ഒരു ചാപ്റ്ററിന് മാത്രം ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ പോരാ, എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണം, അതിൻ്റെ സൊല്യൂഷൻസും എനിക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് വേ, അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച സൊല്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ സൈലത്തിൻ്റെ എൻ ഗെയിം തന്നെയാണ്. കാരണം എൻ ഗെയിമിനകത്ത് എടുത്തു പറയുന്ന ഫീച്ചറാണ് ടോപ്പർ സീരീസ് എന്ന് പറയുന്നത്. നിങ്ങളെ കുഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സൈലം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എൻ ഗെയിം ബാച്ചിലൂടെ. സോ ആ ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് ഒന്നേന്നുള്ള ചാപ്റ്റേഴ്സ് വീണ്ടും പഠിക്കാം, എല്ലാ കൺസെപ്റ്റുകളും പഠിക്കാം. അതിനു പുറമെ നിങ്ങളെ കുഴപ്പിക്കുന്ന ഇത്തരം ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ടോപ്പർ സീരീസിലൂടെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. കോൾ ചെയ്ത് ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ജനുവരി 1-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ആകെ 1-2 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഉടനെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. 1999 എന്ന് പറയുന്ന ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിലാണ് എൻ ഗെയിം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതും വീണ്ടും ഒന്നേന്നാണ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അവസരം നഷ്ടമാക്കരുത് മക്കളെ. ഇതുപോലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ മെറ്റീരിയൽസും നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ എൻ ഗെയിമിൽ കണ്ടുമുട്ടാം.